അടി 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 കണ്ണങ്കരയിലും പരിസര പ്രദേശങ്ങളിലും അതിഥി തൊഴിലാളികളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം പൊറുതിമുട്ടിയ ജനങ്ങൾ സർവകക്ഷി യോഗം ചേർന്നു. കഞ്ചാവ്, മയക്കുമരുന്ന് തുടങ്ങി ലഹരി വസ്തുക്കളുടെ വിതരണവും ഉപയോഗവും മൂലം ഇവിടം സാമൂഹിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയത് വലിയ തലവേദനയാണ് നാട്ടുകാർക്ക് സൃഷ്ടിക്കുന്നത്. പ്രദേശത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൊതുവഴിയിലൂടെ കടന്നുപോകാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ വഷളായതോടെയാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കണ്ണങ്കരയിലെ പൊതുജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒന്നിച്ചു നിന്നുകൊണ്ട് സമാധാന സന്ദേശ റാലി സംഘടിപ്പിച്ചത്. സമാധാന യോഗം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് നമ്മുടെ നാട്ടിൽ വഴിയോര കച്ചവടക്കാർ, അത്യാവശ്യം ജീവിതമാർഗത്തിന് വേണ്ടി വന്ന് കച്ചവടം നടത്തുന്ന ആളുകൾ പലതിനും കൃത്യമായിട്ടുള്ള ലൈസൻസുകളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതമാർഗം നഷ്ടപ്പെട്ടു പോകും. അത് അടച്ചുപൂട്ടി സീൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. സാബു കണ്ണങ്കര അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ടയുടെ ഹൃദയഭാഗമായ കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലം, അവിടെ വളരെ സമാധാനപരമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി അന്യസംസ്ഥാന തൊഴിലാളികൾ അനേകം തടിച്ചുകൂടി കണ്ണങ്കരയിൽ അനധികൃതമായി ഒട്ടനവധി പാൻ കടകളും അതുപോലെ തന്നെ കിലോ കണക്കിന് കഞ്ചാവുകളും മറ്റു മയക്കുമരുന്നുകളും നിരവധി കണ്ണങ്കരയിൽ എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങളടക്കം പല സംഭവങ്ങളും കണ്ണങ്കര നടന്നിട്ടും അധികാരികൾ ഇതുവരെ ഒരു നടപടിയെടുക്കാനോ ഒരു കാര്യത്തിനും മുന്നോട്ട് വരുന്നില്ല. കണ്ണങ്കര എന്ന് പറയുന്ന സ്ഥലം വലിയ വികസന പ്രവർത്തനം നടക്കേണ്ട ഒരു സ്ഥലമാണ്. പത്തനംതിട്ടയുടെ ഏറ്റവും വികസനം നടക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് കണ്ണങ്കരയാണ്. ആ കണ്ണങ്കരയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കാരണം അമ്മമാർക്കോ കുട്ടികൾക്കോ സ്കൂൾ കുട്ടികൾക്കോ ആർക്കും ആ കണ്ണങ്കര ജംഗ്ഷനിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം ഒരു പ്രത്യേക സാഹചര്യമായി മാറിയിരിക്കുകയാണ് കണ്ണങ്കര. അതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം കോൺഗ്രസ് അടക്കം BJP അടക്കമുള്ള സംയുക്ത പാർട്ടികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇന്നലെ ഒരു യോഗം നടത്തി. യോഗത്തിൽ മുണ്ടുകോട്ടക്കൽ സുരേന്ദ്രൻ, നാസർ തൊണ്ടമണ്ണിൽ, സന്തോഷ്, ബോബി, അജ്മൽ, സഞ്ജു, മജേഷ്, നജീബ്, അജയ്, വിശാഖ്, ഷാജി, രാജീവ്, രാജേഷ് ആനപ്പാറ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.